ഹലോ, എല്ലാവർക്കും സുഖല്ലേ? അസ്സലാമു അലൈക്കും. എന്തൊരു അസ്സലാമു അലൈക്കും എന്നറിയാം. ഇപ്പം കണ്ട ഡ്രസ്സ് കണ്ടായിരുന്നു, തട്ടം ഉണ്ടാവും, അതുപോലെ തന്നെ എല്ലാം ഉണ്ടാവുമായിരുന്നു. ഭയങ്കര അസ്സലാമു അലൈക്കും എല്ലാം പറഞ്ഞാൽ തുടങ്ങുമായിരുന്നു. വേറെ ആരുമല്ല, നമ്മളെ സാജിദ കുട്ടീൻ്റെ ഒരു വീഡിയോ ഇങ്ങനെ വെളിയിൽ വന്നിട്ടുണ്ടായിരുന്നു. ഏതോ ഒരുത്തൻ്റെ അടുത്ത് ഇട്ടാണ് ശരിപ്പാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇനി ആരായി കഴിഞ്ഞാലും ശരി, ഇതിൻ്റെയൊക്കെ ഉടായ്പകൾ ഇങ്ങനെ മനസ്സിലാക്കണം നിങ്ങൾ. അതായത് ഒന്നുമില്ല, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ആൾക്കാർ സപ്പോർട്ട് ചെയ്യും. എല്ലാവരും വിചാരിക്കുന്നത് വെച്ചാൽ ഭയങ്കര ദീനീ ബോധമുള്ള കുട്ടിയാണെന്നൊക്കെയാണ്. ഇപ്പോഴും കണ്ടില്ലെങ്കിൽ യഥാർത്ഥ രൂപങ്ങൾ നിങ്ങൾ കണ്ടില്ലേ? യഥാർത്ഥ രൂപങ്ങൾ ആവശ്യമുള്ളവർക്ക് ആവശ്യമുള്ളതുപോലെ അയച്ചു കൊടുത്തതാണ് ഇപ്പോഴും നമ്മൾ കണ്ടത്. അത് ഏതോ ഒരു പഹയനെടുത്തിട്ട് വെളിയിലിട്ടതാണ് നമ്മൾ ഇപ്പോഴും കണ്ടത്. അപ്പോൾ ഈ കൊച്ചിനെ നമ്മൾ എല്ലാവരും പരിചയപ്പെടുന്നത് എപ്പാന്ന് വെച്ചാൽ ഒരു 2 വർഷം മുമ്പ് അയ്യോ ഇൻഷാ അല്ലാഹ് എൻ്റെ ഭർത്താവ് മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ട് വന്നിട്ട് ഒരുപാട് കഥകൾ ഇങ്ങനെ പറയാറുണ്ട്. എനിക്ക് 4 മക്കളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വരികയും പിന്നീട് ആരോ ഈ കുട്ടിയോട് പറഞ്ഞ് എൻ്റെ മോളെ ഭർത്താവ് മരിച്ചു കഴിഞ്ഞാൽ കുറച്ച് സെൻറ്റി അടിക്കാതെയും അങ്ങനെ കുറച്ച് സെൻറ്റി അടിക്കാൻ വേണ്ടിയിട്ട് വീണ്ടും വീണ്ടും പറഞ്ഞോന്നൊന്നും എനിക്കാരും ഇല്ല, എൻ്റെ ഭർത്താവ് മരിച്ചുപോയി എന്ന് പറഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോഴേക്കെന്ന് പറഞ്ഞാൽ വീട് മുഴുവൻ എന്ന് പറഞ്ഞാൽ കോഴികളെ കൊണ്ടുള്ള അഭിഷേകമാണ്. അതായത് എവിടെ നോക്കിക്കഴിഞ്ഞാലും കോഴികൾ, വെളിയിലിറങ്ങാൻ പറ്റുന്നില്ല കോഴികൾ, ഓൺലൈൻ ആങ്ങളമാർ, അമ്മാവന്മാർ, ഏച്ചിമാർ, മറ്റേവർ ഇവരെല്ലാവരും കൂടി വന്നിട്ട് പിന്നെ ആ വീടങ്ങ് വളയുന്നതാണ് നമ്മൾ കണ്ടത്. അതായത് സാജിയുടെ വീടങ്ങ് വളയുന്നു. എവിടെ നോക്കിയാലും കോഴികളും കോഴിക്കുഞ്ഞുങ്ങളും മാത്രമാണ്. അതോട് കൂടിയിട്ടെന്ന് പറഞ്ഞാൽ സാജി കുറച്ചും കൂടി ഇതായിട്ട് ഇടപെട്ടു. എന്താണെന്ന് വെച്ചാൽ അതിൽ ചില കോഴികളെയൊക്കെ കൂടെ കൂട്ടി ആ കോഴികളോടൊക്കെ പറഞ്ഞൊരു കാര്യം ചെയ്യൂ, എനിക്ക് കുറച്ച് പൈസ വേണം, എനിക്ക് കുറച്ച് ഇത് വേണം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ കുറച്ച് കോഴികളെ വളർത്താൻ തുടങ്ങി. അങ്ങനെ ആ കോഴികളുമായിട്ട് നിരവധി തവണ എവിടെയൊക്കെയോ പോയി. അവിടെ ടൂറ് പോകുന്നു, ഇവിടെ ടൂറ് പോകുന്നു. പിന്നീട് അങ്ങോട്ട് ആരോ പറഞ്ഞു, മോളെ ഇതങ്ങ് പിടിച്ചോ, ഈ വിവാദങ്ങൾ അങ്ങ് പിടിച്ചു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ പിന്നെ ബെച്ചടി കയറ്റമായിരിക്കും. അതുകൊണ്ട് തന്നെ സാജിദ് എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഈ വിവാദത്തോട് കൂടിയിട്ട് അങ്ങ് പ്രതികരിക്കാൻ തുടങ്ങി. അങ്ങനെ ഓരോരോ ആൾക്കാരെയും കൂട്ടിയിട്ട് പോകുന്ന വീഡിയോസ് വെളിയിൽ വന്നു. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഫോട്ടോസ് വെളിയിൽ വന്നു. പിന്നെ എന്ന് പറഞ്ഞാൽ അവരുടെ ചാറ്റുകൾ വെളിയിൽ വന്നു. വാർപ്പിൻ്റെ കമ്പി ചാറ്റുകളെല്ലാം വെളിയിൽ വരാൻ തുടങ്ങി. അങ്ങനെ പലതും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ വെളിയിൽ വന്നപ്പോഴേ സാജി ഒരു കാര്യം ചെയ്തു. അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേതിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുന്നുണ്ട് കേട്ടാ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴികൾ ഇങ്ങനെ പൈസകൾ ഇങ്ങനെ കൊടുത്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഇപ്പം ഇതാകും എന്ന് പറഞ്ഞ പോലെ കോഴികൾ ഇങ്ങനെ നല്ല രീതിയിൽ പൈസ കൊടുത്ത് സഹായിച്ചു കൊണ്ടേ ഇരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അവരോടൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ആദ്യം ഇവരുടെയൊക്കെ വീഡിയോ കാണുമ്പോഴും തന്നെ ഇവരെവിടെയോ ജോലിക്ക് പോകുന്നല്ല കണ്ടത്. ജോലിക്ക് പോകുമ്പോഴൊരു വീഡിയോ എടുത്ത് ഇങ്ങനെ പോസ്റ്റ് ചെയ്യുന്നു. അതൊരു പാവം പിടിച്ച് അയ്യോ ആ വീഡിയോക്ക് ഇപ്പം കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആകാശദൂത് കണ്ട പോലെയായി പോവാടുന്നത്. അമ്മാതിരി അഭിനയം, അമ്മാതിരി ശോകോ, അമ്മാതിരി കരച്ചിലും കരയുന്ന ഒരു വീഡിയോ ആണ്. ആ വീഡിയോ കണ്ടിട്ട് കരഞ്ഞു പോവാടുന്നത്. അതാണ് അവിടുന്ന് ഇങ്ങോട്ട് ഇപ്പോഴുള്ള സാജിദയിലേക്കുള്ള മാറ്റമാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. അതായത് ഇപ്പോഴത്തെ സാജിദനെ നിങ്ങൾ കണ്ടോ, അന്നത്തെ സാജിദയിൽ നിന്നും ഇപ്പോഴത്തെ സാജിദയിലേക്കുള്ള മാറ്റങ്ങൾ. ഇതാണ് പറയുന്നത്, പല ആൾക്കാർക്കും പലരെയും മാറ്റാൻ കഴിയും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണം തന്നെയാണിത്. അപ്പോൾ ഇന്നലെ വന്നിട്ട് ഈ സാജിദ ഭയങ്കരമായിട്ട് ഒരുപാട് നാളുകളായിട്ട് ഇവർ തെറിയോ കാര്യങ്ങളോ ഒന്നും വിളിക്കാറില്ല. ഇന്നലെ വന്നിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് തെറി വിളിക്കുന്നത് കണ്ടു. ആരെയാണ് വിളിക്കുന്നത്, എന്തിനാ വിളിക്കുന്നത് എന്നൊന്നും എനിക്ക് കൃത്യമായിട്ട് മനസ്സിലായില്ല. അങ്ങനെ ചാനലിൽ ഞാൻ കയറി നോക്കുമ്പോഴേക്ക് എൻ്റെ പൊന്നു മക്കളെ പലരെയും എനിക്ക് അറിയത്തുമില്ല. അതാണ് ഏറ്റവും വലിയ രസമായിരുന്നത്. നമ്മൾ ആദ്യകാലത്തൊട്ട് കോഴികളെയും മറ്റുള്ളവരെയും ഒക്കെ സഹായിക്കുന്നവരെയും ഓൺലൈൻ അമ്മാവന്മാരും ആങ്ങളമാരെയും ഇവരെല്ലാവരെയും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷെ ഇന്നലെ ഞാൻ നോക്കുമ്പോൾ കുറേ പുതിയ ആൾക്കാരാണ്. അതിൻ്റെ അകത്ത് എനിക്ക് ആകെ ഒരു പരിചയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹായ് എന്താ പറയേ ഷെരീഫാണ് എന്ന് പറയുന്ന ഒരു ചങ്ങാതിന് മാത്രമാണ്. അപ്പോൾ ആ ചങ്ങാതിനി എന്തോ പറഞ്ഞിരിക്കുന്നത്. പിന്നെ അവൻ്റെ ചാറ്റ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് ചാറ്റുകൾ പുറത്തിട്ടിരിക്കുന്നത്. ആ ചാറ്റിൽ ഞാൻ നോക്കുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് കാര്യമായിട്ടൊന്നും കാണാനില്ല. ഏതോ രേഖ വന്ന് കെട്ടിപ്പിടിച്ചു എന്നങ്ങ് മാത്രം ഉണ്ടായിരുന്നു, വേറെ ഒന്നും ഇല്ലായിരുന്നു. അതോട് കൂടിയിട്ട് എന്ന് പറഞ്ഞാൽ രേഖേൻ്റെ കട്ടിയും പടവും അടങ്ങിയിട്ടുണ്ടാവുന്ന എനിക്ക് തോന്നുന്നത്. വേറെ ഒന്നും അവിടെ സംഭവിക്കാനൊന്നുമില്ല. ഏതായാലും അതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞാൽ ചാറ്റ് ചെയ്യുമ്പോഴെന്ന് പറഞ്ഞാൽ ഇപ്പുറത്ത് ഒരാളുണ്ടാവുമല്ലോ, ഇപ്പുറത്തുനിന്ന് ചോദിക്കുന്ന മറുപടിയല്ലേ അങ്ങോട്ട് കൊടുക്കുന്നത്. അയാൾ ഒറ്റയ്ക്ക് ചാറ്റ് ചെയ്യുന്നതല്ലേ, അതിൻ്റെ ഇപ്പുറത്ത് സാജിദയുണ്ട്. എന്തിനാണ് സാജിദ ചാറ്റ് ചെയ്തത് എന്ന് അപ്പോൾ ചോദിക്കാൻ വേണമെങ്കിൽ. ഏതായാലും ഇപ്പം അതൊന്നും ചോദിക്കുന്നില്ല. ഇപ്പം നമുക്കൊരു കാര്യം ചെയ്യാം, സാജിദയുടെ മാറ്റങ്ങളിലേക്ക് പോകാം. അങ്ങനെ ഇക്ക മരിച്ച ആ ഒരു സങ്കടത്തിലും സാജിദ നല്ല രീതിയിൽ വീഡിയോ ചെയ്യാൻ തുടങ്ങി. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ഉമ്മാൻ്റെ നഗ്നതകൾ അടക്കം ഒരു കാലത്ത് റീച്ച് ഇല്ലാത്തപ്പോഴെന്ന് പറഞ്ഞാൽ വേറെ ഒന്നും നോക്കിയില്ല. ഉമ്മ തുണി മാറുന്നുണ്ടായിരുന്നു, അതങ്ങ് എടുത്തിട്ട് അങ്ങ് സോഷ്യൽ മീഡിയയിലിട്ടോ. അത് കണ്ടോടുകൂടിയിട്ട് ഉമ്മ എവിടുന്ന് പൊട്ടിത്തെറിച്ചു. ഉമ്മ എന്നെ തെറി പറയുന്ന വീഡിയോ എന്ന് പറഞ്ഞിട്ട് വേറെ ഒന്നിട്ടു. അതോട് കൂടിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഉമ്മ പുറത്താക്കി എന്ന് പറഞ്ഞിട്ട് വേറെ ഒരു
വീഡിയോ ഇട്ടു. ആ വീഡിയോക്കാണ് നിൻ്റെ പൊന്നു മക്കളെ ലോകത്തില്ലാതത്ര വ്യൂസ് വന്നത്. കാരണം എന്താ അറിയാം, സാജിദ ഇങ്ങോട്ട് വരൂ എന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങോട്ട് കമൻറ്റുകളുടെ പൊടിപൂരായിരുന്നു. ഞാൻ വീടെടുത്ത് തരാം നിനക്ക്, ഞാൻ അതെടുത്ത് തരാം നിനക്ക്, ഞാൻ ഇതെടുത്ത് തരാം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആൾക്കാർ ഇങ്ങ് മുന്നോട്ട് വരാൻ തുടങ്ങി. ഏതായാലും സാജിദയാണെങ്കിൽ ഇപ്പം കല്യാണം കഴിക്കും എന്ന് പറഞ്ഞിട്ട് ഇതുവരെ കല്യാണമൊന്നും കഴിച്ചതുമില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇതിനു മുമ്പേ എനിക്ക് ഭയങ്കര ബന്ധമാണ് അല്ലെങ്കിൽ ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഏതോ ഒരുത്തൻ ഇതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയൊക്കെ പോയി. അവൻ്റെ വീട്ടുകാർ പിന്നീട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നിന്ന് അവനെ അടർത്തിക്കൊണ്ടുവന്നു എന്നാണ് പറയുന്നത്. അതായത് മുറിച്ചിട്ട് കൊണ്ടുവരില്ല, ഇങ്ങനെ കട്ട് ചെയ്തിട്ട് കൊണ്ടുവന്ന്, അങ്ങനെയൊക്കെയാണ് സാജിദ. അതാണ്. അപ്പൊ ഇന്നലെ മുതൽ സാജിദ വീണ്ടും രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കൾ. അതൊരു ഒന്നൊന്നര വരവ് തന്നെയാണ്. തെറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുട്ടൻ തെറിയാണ്. പക്ഷെ അതിനിടയിലും മാഷാ അല്ലാ ഇൻഷാ അല്ലാ എന്ന് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് മറക്കുന്നില്ല. അതുപോലെ തന്നെ ഇന്നലെ തട്ടമൊക്കെ ഇട്ടിട്ടാണ് വന്നിരിക്കുന്നത്. ആൾക്കാർ കാണുമ്പോഴേ തട്ടമുള്ളൂ. ഒരു കാര്യം നിങ്ങൾ ആലോചിക്കുക, അതായത് നിങ്ങളുടെ മുന്നിൽ വന്ന് സംസാരിക്കുമ്പോഴുള്ള ആ ഒരു ദീനീ ബോധമൊന്നും വേറെ ഒന്നിലും നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അതാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഇതൊക്കെ കേൾക്കുമ്പോഴാണ് ആൾക്കാരൊക്കെ ഒരു പാപമല്ലേ, അല്ലെങ്കിൽ നിങ്ങൾ ഇതിന്റെ പിന്നാമ്പുറം ചെന്നിട്ടൊന്ന് അന്വേഷിക്കണം. അപ്പോഴും മാത്രമാണ്. ഇപ്പോഴും നിങ്ങൾ കണ്ടില്ലേ, അതായത് അവര് യഥാർത്ഥ രൂപത്തിൽ ഇങ്ങനെയാണ്, ഇതുപോലെയാണ് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഇതുപോലെയാണ് പെരുമാറുന്നത്. പക്ഷെ നമ്മുടെ മുന്നിൽ വരുമ്പോഴേ ഒരു പ്രത്യേകതയുള്ള സ്ത്രീയായിട്ട്, അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരമാവധി ആദ്യമൊക്കെ ഭർത്താവിന്റെ വീട്ടുകാരൊക്കെ നല്ല രീതിയിൽ കുറ്റം പറയുന്നതാണ്. അതിന്റെ അടിയിൽ വന്നിട്ട് പിന്നെ ഭർത്താവിന്റെ വീട്ടുകാരുടെ ആൾക്കാർ മുഴുവൻ വന്നിട്ട് അയ്യോ ഇങ്ങനെയൊന്നും അല്ല നടന്നത് എന്ന് നിലവിളിക്കാൻ തുടങ്ങി. ആ നിലവിളി കണ്ടപ്പോഴേക്ക് സാജിദ വിചാരിച്ചു, ഇനി ആരെങ്കിലും പോയിട്ട് യുമാരുടെ അടുത്ത് പോയിട്ട് മൈക്കും കൊണ്ട് പോയി കഴിഞ്ഞാൽ എൻ്റെ കഥകളെല്ലാം വെളിയിൽ വരും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാജിദ അതങ്ങ് മുക്കി. അത്രയേ ഉള്ളൂ, വേറെ ഒന്നും സംഭവിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനെയും ഇങ്ങനെയും ഒക്കെ ആയിട്ട് ഒരുപാട് വീഡിയോസും കാര്യങ്ങളൊക്കെ വരാൻ തുടങ്ങി സാജിദയുടെ. കുറേ നാളുകളായിട്ട് ഇതിനൊരു അറുതി ഉണ്ടായിരുന്നു. കാരണം വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ പോവുകയായിരുന്നു. ഇപ്പോഴും ഇന്നലെ മുതലാണ് നമ്മളെല്ലാവരും ഞെട്ടിത്തരിക്കുന്ന ആ ഒരു തെറിയുമായിട്ട് താത്ത വീണ്ടും വന്നിരിക്കുന്നത്. വേറെ ഒന്നുമല്ല, ഞാൻ പറഞ്ഞില്ലേ, റീച്ച് കുറയുമ്പോഴുള്ള ഒരു അസുഖമാണ്. അതായത് റീച്ച് കുറഞ്ഞു എന്ന് തോന്നിക്കഴിഞ്ഞാൽ അത് കൂട്ടാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ കാണിക്കുന്ന വ്യഗ്രതകൾ, അവർ ഏതെങ്കിലും ആൾക്കാരുമായിട്ട് വല്ല ചാറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ അതെടുത്ത് പുറത്തിടുക. അങ്ങനെ പുറത്തിട്ടപ്പോഴാണ് ഈ ഒരു മഹനീയമായ ദൃശ്യം നമുക്ക് കിട്ടിയത്. ആദ്യമായിട്ട് ഞാൻ കാണുന്നതാണ് ഇങ്ങനെയുള്ളൊരു ആളെ. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം മനസ്സിലായില്ലേ. അതായത് അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ പശ്ചാത്തലത്തിൽ എന്ന് പറഞ്ഞാൽ കോഴി കൂവുന്നുണ്ട്. അപ്പോൾ സമയം എത്രയായിരിക്കും? 4 മണി അല്ലെങ്കിൽ ഒരു 3:30 മണി. അപ്പോൾ അതിരാ കോഴിയല്ല എന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം. അപ്പോൾ ആർക്ക് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു നീട്ടിപ്പിടിച്ച് ഇത് കൊടുത്തിരിക്കുന്നത്? അതിന് പ്രത്യേകിച്ച് നമ്മൾ പറയേണ്ടല്ലോ. അതായത് ആർക്ക് വേണ്ടിയിട്ടാണ് എന്ന്. ഏതായാലും വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് വേണ്ടിയിട്ടൊന്നുമില്ല. നമുക്ക് വേണ്ടിയിട്ടൊക്കെ ഉള്ളതാണെങ്കിൽ ആദ്യം തന്നെ എന്ന് പറഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ, എല്ലാ ദീനീ ബോധത്തോടു കൂടി ദൈവവിശ്വാസത്തോടു കൂടി മാത്രമേ ചെയ്യുകയുള്ളൂ. അല്ലാത്തപ്പോഴേക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാജിദയ്ക്ക് ഇതൊന്നും വേണ്ട. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇനിയും നിങ്ങളൊക്കെ ഇവരുടെ വലയിൽ ഇങ്ങനെ വീണുകൊണ്ടേ ഇരിക്കരുത്. അതായത് നിങ്ങളൊന്നും വിചാരിക്കുന്ന സ്ഥലത്തല്ല ഇവരൊന്നും നടന്ന്. ഇവർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, ആ സഹായം കിട്ടി അതൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെയൊക്കെ ജീവിതം പിന്നെ വേറെ ഏതോ ഒരു തലത്തിലായിരുന്നു ഇവരൊക്കെ വിചാരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഈ സ്ത്രീ ഇങ്ങനെ പറയുമ്പോൾ ഇവർക്ക് വളർന്നു വരുന്ന മക്കളുടെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. അതായത് ഇവർ പറയുന്നത് എന്താ, എൻ്റെ കൂടെ വളരുന്ന എൻ്റെ മക്കൾക്ക് ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിൽ ഏതെങ്കിലും ഒരുത്തനെങ്കിലും വിചാരിക്കുമായിരുന്നു ഇവരെന്താണ് പറയുന്നത്, ഇവരെ പറ്റിയിട്ട് നാട്ടുകാരെന്തുകൊണ്ട് ഇങ്ങനെ പറയുന്നത്, അല്ലെങ്കിൽ ഇവരെന്താണ് ഈ സോഷ്യൽ മീഡിയയിൽ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്നുള്ള തരത്തിൽ ആ പിള്ളേര് ചോദ്യം ചെയ്യും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതായത് ആ പിള്ളേർ ഒരു കാലത്ത് ചോദ്യം ചെയ്യും. അന്ന് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് അന്നാണ് ഇവരൊക്കെ അനുഭവിക്കാൻ പോകുന്നത്. മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് ഈ പിള്ളമാർക്ക് ഇപ്പോഴൊന്നും അവരൊന്നും മിണ്ടൂല. പക്ഷേ കുറച്ച് കഴിഞ്ഞാൽ അവർ കൃത്യമായിട്ട് ചോദ്യം ചെയ്യാൻ തുടങ്ങും. അന്ന് ഇവർ മുകളിലോട്ട് നോക്കി നിൽക്കേണ്ടി വരും. അല്ലെങ്കിൽ പിള്ളേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ തോന്നിയവാസത്തിന് അവരുടെ ഇഷ്ടത്തിനായിട്ട് അവരങ്ങ് പോവുകയും ചെയ്യും. അതാണ് ഉണ്ടാകാൻ പോകുന്നത്. പിന്നെ ഇവർക്ക് വേണ്ടിയിട്ട് അനാവശ്യമായിട്ട് ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്ന ചില ആൾക്കാരുണ്ട്. നിങ്ങളൊക്കെ സഹായം ചെയ്യേണ്ടത് ഇവർക്കല്ല, ഇവരെക്കാട്ടിയും ഭയങ്കരമായിട്ട് പിന്നെ പ്രയാസം അനുഭവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരെയൊക്കെ കണ്ടുപിടിച്ച് ചെയ്യുക. അപ്പോഴൊന്നും റീച്ചോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല കേട്ടോ. ഇവർക്കൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നല്ല റീച്ച് ഉണ്ടാകും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ആരോടൊക്കെ വിളിച്ചു പറയും. അതായത് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്, എനിക്ക് ഇന്നയാൾ ഇന്ന വിളി ചെയ്തിട്ടുണ്ടെന്ന് വിളിച്ചു പറയും. ആ ഒരു റീച്ചൊക്കെ ഉണ്ടാവും. പക്ഷേ ഒന്നും ഇല്ലാത്തവന് കൊടുത്തു കഴിഞ്ഞാൽ റീച്ചൊന്നും കിട്ടത്തില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, സാജിയെ പോലെയുള്ളവർക്ക് ഒരുപാട് ആൾക്കാർ കൊടുക്കാനുണ്ട്. അത് റീച്ചിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ റീച്ചിന് വേണ്ടിയിട്ടുള്ളവർ ഇനിയും അവർക്ക് കൊടുത്തുകൊണ്ടേയിരിക്കുക. റീച്ച് വേണ്ടാത്തവർ നിങ്ങൾ പോയിട്ട് ഏതെങ്കിലും ഒരു പാവപ്പെട്ടതിനെ സഹായിക്കുക. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരും. നിർത്തിയിട്ടൊന്നുമില്ല, നിർത്തി പോകുന്നുമില്ല. നന്ദി, നമസ്കാരം.